കിട്ടിയ മീനെ നിങ്ങളെ കാണിച്ചു തരട്ടെ. ഇത് കൊഞ്ച് ഇപ്പൊ മേടിച്ചോണ്ട് വന്നതാണ് കേട്ടോ, മീൻകാരൻ്റെ അടുത്തുനിന്ന്. നല്ല കൊഞ്ച്. മത്തി സാർഡേ. ഈ കൊഞ്ച് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാന്ന്. ഇത് പൊളിച്ചെടുക്കുന്നത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പൊളിക്കണം, ഇങ്ങനെ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങ് വലിച്ചെടുക്കണം, ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ തോട് ഇനി ഇങ്ങോട്ട് വലിച്ച് കളയണം. അത് കഴിഞ്ഞ് ഇവിടെ ജസ്റ്റ് പിടിച്ച് ഇനി ഇങ്ങ് വലിച്ചാൽ മതി. വേണ്ട, ഇനി ഇങ്ങ് പൊളിക്കും വരും. അത് കഴിഞ്ഞിട്ട് ഈ കത്തി കൊണ്ട് ഈ നടുക്ക് ഒരു വരയുണ്ട്, ആ കറുത്ത വര, അത് കളയണം. അത് കേടാണ്, ഇത് നമ്മൾ വലിച്ചു കളയണം. മത്തിയുടെയും കൂടെ വേണമെങ്കിൽ ചുമ്മാ ഉണ്ടാക്കണ എടുത്തിട്ട് പിന്നെ അവസാനം മതിയല്ലോ. മത്തി നന്നാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാതെ. ഇതിൻ്റെ ചെതുമ്പലെല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ പൊളിച്ച് കളയണം. ജസ്റ്റ് ഇങ്ങനെ വരഞ്ഞാൽ മതി, ഇങ്ങ് പോന്നോളും. ഇതേ ഫ്രഷാണ് കേട്ടോ, അതുകൊണ്ട്. എന്നിട്ട് ഇതിൻ്റെ വാലിങ്ങനെ ജസ്റ്റ് കണ്ടിച്ച് കളയണം. അത് കഴിഞ്ഞ് ഇവിടെ ഇതിൻ്റെ തല ചികള ഇങ്ങ് പറിച്ചെടുക്കണം, ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ വയറ്റിലുള്ള കുടലും പണ്ടൊക്കെ കളയാൻ വേണ്ടി ഇങ്ങനെ വലിച്ച് പറിച്ചെടുത്തിട്ട് ഇങ്ങനെ അതിനുള്ള വേസ്റ്റെല്ലാം കൂടെ പുറത്തെടുക്കണം, ഇങ്ങനെ. വേണ്ട, ഈ ഇതും കൂടെ പറിച്ച് കളയണം. ഇങ്ങനെയാണ് മത്തി ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസമേ ഞാൻ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ, ഇത് കണ്ടോ, ഇത് ഉണ്ടാക്കുന്ന ക്ലീൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അത് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാവേ. ഇത് കണ്ടോ, കൊഞ്ച് അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചത് ഞാൻ മുളക് പൊടി, മഞ്ഞൾ, ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ് എല്ലാം കൂടെ ഇട്ട് പരട്ടി അരമണിക്കൂർ വെച്ചതാണ്. ഇനി ഇത് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാം. റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിക്കുവാണേ, വെളിച്ചെണ്ണ. നമുക്ക് ഇച്ചിരി കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്: ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നു, തക്കാളിക്ക, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഇടിച്ചു വെച്ചേക്കുവാണ്. എന്നാ ഇനി ഇത് കടുക് പൊട്ടിയിട്ടുണ്ട്, അതിട്ടു. ഇനി ഉള്ളി ഇടാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇടുവാണ്. ഇനി ഇതെല്ലാം വഴറ്റി ഇതിന്റെ പച്ചമണം മാറണം. കൊഞ്ച് റോസ്റ്റിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കണം. ഇതിൻ്റെ അകത്ത് കൊഞ്ച് ഓരോന്ന് ഇട്ട്
അതേ മത്തി ഇത് വറക്കാൻ വേണ്ടിയിട്ട് വരഞ്ഞു വെക്കുവാണ്. രണ്ടു വശവും നന്നായിട്ട് ഇങ്ങനെ കീറി കീറി വെക്കണം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പില ഇതെല്ലാം കൂടെ വഴന്നേ ഇപ്പം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇടാം. തക്കാളി ഇതാ മീൻ വറുത്ത് കോരി വെച്ചേക്കുന്നതാണ്. വറുത്ത് കോരി വെച്ചേക്കുന്നത്. ഈ മത്തി വറക്കാൻ വേണ്ടിയിട്ട് പൊടികളെല്ലാം കൂടി എടുക്കുവാണ്. അത് മുളക് പൊടി ഇട്ടു. ഇനി ഇച്ചിരി മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കുവാണ്. പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയേ. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന മത്തിയിലേക്ക് പറ്റാം. ഇതിൻ്റെ അകത്തൊക്കെ നന്നായിട്ട് വരട്ടണേ. അകത്തോടെ ഇത് കൊഞ്ച് റോസ്റ്റിനുള്ള ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. എന്താ പൊടികളിടാം. മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇതിന്റെ ഗരം മസാല, ഇത് ഒരു ഇച്ചിരി മല്ലിപ്പൊടി. പൊടിയെല്ലാം വഴന്നിട്ടുണ്ട്. ഇനി ഇച്ചിരി വെള്ളം ഒഴിക്കുവാണേ. ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിടാം. ചെമ്മീനിടാമേ. ചെമ്മീൻ നമ്മുടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടും കൂടെ തോരനുണ്ടാക്കിയാലോ. ഇതിൻ്റെ അകത്ത് പച്ചമുളക്, ചെറിയ ഉള്ളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരിഞ്ഞു വെച്ചേക്കുവാണേ. പാൻ ചൂടായിട്ടുണ്ട്. ഇച്ചിരി എണ്ണ ഒഴിക്കാം. കടുകിടുവാണ്. കരിയാപ്പില ഇടാം. അത് കഴിഞ്ഞ് നമ്മളെടുത്ത് വെച്ചേക്കുന്ന എടുത്ത് വെച്ചേക്കുന്ന എല്ലാം നന്നായിട്ട് വറുത്തിട്ടുണ്ട്.